നമ്മൾ കേൾക്കാൻ പോകുന്നത് ടൈഫൂൺ ഫാമിലി എന്ന K-ഡ്രാമയുടെ 6ാമത്തെ എപ്പിസോഡാണ്. വീഡിയോയിലോട്ട് പോണതിന് മുമ്പ് ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. എപ്പിസോഡിന്റെ ആരംഭത്തിൽ ഹീറോയിനെ ശല്യപ്പെടുത്താതെ അങ്ങനെ ഇരിക്കുകയാണ്. ആ സമയമായിരിക്കും ഡോറ് തുറന്ന് ഹീറോയിൻ അകത്തോട്ട് കയറി വരുന്നത്. ഹീറോയിൻ ശബ്ദം ഉണ്ടാക്കിയിട്ടാണ് കയറി വരുന്നത്. ഇത് കാണുന്ന ഹീറോ പറയും, മിണ്ടല്ലേ, ഹീറോയിൻ കിടന്നുറങ്ങാന്ന്. അത് അവളോട് പറയും, ഞാനിവിടെ നിൽക്കില്ലേ, ഞാനവിടെ കിടന്നുറങ്ങുന്നില്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ഉറങ്ങി നിന്ന് ആള് ചാടി എണീക്കും. ഇത് കണ്ട് ഹീറോ ഞെട്ടിപ്പോകുന്നുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ ആ സ്റ്റൈലം പയ്യനില്ലേ, ആ കണ്ണാടി വെച്ച ആ പയ്യൻ തന്നെ, ഇവിടെ നേരത്തെ വർക്ക് ചെയ്തിരുന്ന ആ പയ്യൻ. അവനിപ്പോ എന്താ ഇവിടെ വന്നതെന്ന് അറിയാൻ പാടില്ല. ഹീറോയിൻ നോക്കുമ്പോൾ കമ്പ്യൂട്ടറൊക്കെ ഓണായി കിടപ്പുണ്ട്. അതിനർത്ഥം അവൻ കമ്പ്യൂട്ടർ ഉപയോഗിക്കാനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുമല്ല, അവൻ ഏതോ കോളേജിൽ പഠിക്കുന്നുണ്ട്, അവന് നിൽക്കാനായിട്ട് സ്ഥലമില്ല, അതുകൊണ്ട് ഇവിടെ റെസ്റ്റ് എടുക്കാൻ വന്നേ എന്ന് പറയും. ഇതേക്കുന്ന ഹീറോയിൻ പറയും, നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതല്ലേ, പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്, തിരിച്ചു പോന്ന് പറയുമ്പോൾ അവൻ കേൾക്കില്ല. നമ്മളൊക്കെ ഒരു ഫാമിലി പോലല്ലേ, ഹീറോ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊക്കെ ഫാമിലി പോലാന്ന് അല്ലേ. ഹീറോ ചോദിക്കുമ്പോൾ അവൻ കൈകൂപ്പി കാണിക്കും, അയ്യോ ഞാൻ എങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന്. പിന്നെ ഹീറോയിൻ കുറെ ഡിമാൻഡൊക്കെ അവന്റെ അടുത്ത് പറയും. അവൻ തന്നെ ടോയ്ലറ്റ് പേപ്പർ കൊണ്ടുവരണം, കാപ്പിക്കുള്ള പൈസ, ഇലക്ട്രിസിറ്റി ബില്ല്, അതെല്ലാം അവൻ തന്നെ കൊടുക്കണമെന്ന് പറയും. കാരണം അവൻ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ടല്ലോ. എന്നാലും നമ്മളൊക്കെ ഒരു ഫാമിലി പോലല്ലേ എന്ന് അവൻ പറയുമ്പോൾ ഹീറോയിൻ ഓടിപ്പോയി അവന്റെ ബാഗ് പരിശോധിക്കും. ഇനി വേറെ എന്തെങ്കിലും കള്ളത്തരം ഉണ്ടോ എന്ന് അറിയാൻ പാടില്ലല്ലോ. അവൻ പരിശോധിക്കില്ലേ എന്ന് പറഞ്ഞിട്ട് അവളെ തടയാൻ നിൽക്കുമ്പോൾ അവൾ ഇതൊന്നും കേൾക്കുന്നില്ല. ഇതെല്ലാം കണ്ടുകൊണ്ട് ഹീറോ അവിടെ നിൽപ്പുണ്ട്. ഹീറോ ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുകയാണ്. പിറ്റേ ദിവസം ഹീറോ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ജോലിക്ക് പോവാണ്. കുളിച്ചൊരുങ്ങി വൃത്തിയായിട്ടാണ് പോകുന്നത്. ആ സമയം അമ്മ പിന്നാലെ ചെല്ലും. അവന് കഴിക്കാനായിട്ട് എന്തോ കൊണ്ടുവന്നിട്ടുണ്ട്, കഴിച്ചിട്ട് പോടാന്ന് പറയുമ്പോൾ അവൻ കേൾക്കുന്നില്ല. അവൻ ഇന്നൊരു ബിസിനസ് മീറ്റിംഗ് ഉണ്ട്, അവൻ ആ ഷൂ ഒക്കെ എടുക്കാൻ പോകുന്ന ദിവസമാണ്, അതുകൊണ്ട് സമയമില്ല അമ്മ എന്ന് പറയുമ്പോൾ അമ്മ അവനെ സമാധാനപ്പെടുത്തും. കൂടുതൽ സ്ട്രെസ് ഒന്നും എടുത്ത് തലേ വെക്കാൻ പാടില്ല, പറ്റില്ലെങ്കിൽ അത് കളഞ്ഞിട്ട് വന്നോന്ന്. എന്നാൽ ഹീറോ പറയും, അമ്മ പേടിക്കണ്ട, ഞാൻ അടിപൊളിയായിട്ട് ജോലി ചെയ്തോളാം, അമ്മയ്ക്ക് ഞാൻ വാക്ക് തരാം. അതായത് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയ ആ വീടില്ലേ, അത് നമുക്ക് തന്നെ തിരിച്ചു പിടിക്കാന്ന്. ഇതും പറഞ്ഞ് ഹീറോ സന്തോഷപ്പെട്ട് അവിടെ നിന്ന് പോവാണ്. അമ്മയ്ക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്, നഷ്ടപ്പെട്ടു പോയ വീട് തിരിച്ചു പിടിക്കുമെന്ന്. അവൻ പോയ ഉടനെ അങ്ങോട്ട് അനിയും പയ്യൻ വരും. അവന് കഴിക്കാനായിട്ട് മുട്ടയാണ് അമ്മ എടുത്തോണ്ട് വന്നിട്ടുള്ളത്. അത് അനിയും പയ്യൻ ചോദിക്കും, അതെനിക്ക് തരുമെന്ന്. എന്നാൽ അമ്മ പറയും, ഞാൻ തരത്തില്ലാന്ന്. അങ്ങനല്ല, എന്റെ കൂടെ വാ, ഇത് തണുത്തുപോയി പുതിയതുണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ട് അമ്മ അനിയനും പയ്യനെയും വിളിച്ച് പുതിയതുണ്ടാക്കി കൊടുക്കാനായിട്ട് പോകും. അമ്മ അത്ര മോശപ്പെട്ട വ്യക്തിയൊന്നുമല്ല കൊടുക്കാതിരിക്കാനായിട്ട്. ഈ നേരം നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഒരു ഗോഡൌണിൽ വന്നിട്ടുണ്ട്. ഇങ്ങോട്ടാണ് ഷൂ ഒക്കെ വരാൻ പോകുന്നത് ബൾക്കായിട്ട്. അപ്പൊ അതിന് കാത്ത് അവിടെ നിൽക്കുകയാണ്. കട്ട് ചെയ്താൽ നമ്മുടെ ഹീറോനെ കാണുകയാണെങ്കിൽ ഹീറോ ആ ലേഡിയും കൂടെ ആ ഷൂ എടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഏത് ലേഡി? ഹീറോ പുസ്തകം കാണാൻ വന്നപ്പോൾ അവനെ സ്വീകരിക്കാനായിട്ട് ഒരു ലേഡി വന്നില്ലേ, ആ ലേഡി തന്നെ. ഇവർ രണ്ടുപേരും കൂടെ ആ ഫാക്ടറിയുടെ അകത്ത് ചെന്ന് നോക്കുമ്പോൾ അവരത് കണ്ട് ഞെട്ടുന്നുണ്ട്. കാരണം അതിനകത്ത് ഷൂ ഇല്ല, വേറൊരു പ്രോഡക്റ്റും ഇല്ല, ആളും ഇല്ല, അനക്കവും ഇല്ല. ഹീറോ ആകെ തകർന്നു പോകുന്നുണ്ട്. അവന് മനസ്സിലായി ചതി പറ്റിയെന്ന്. ഒന്നും കാണാനില്ല, അവന് കൊടുക്കാന്ന് പറഞ്ഞ ഷൂ ഒന്നും കാണാനില്ല, ആളിനെയും കാണാനില്ല. ആ ലേഡിക്ക് മനസ്സിലായി ഹീറോ പറ്റിക്കപ്പെട്ടതാണെന്ന്. ഹീറോ ആകെ തകർന്ന് എന്താ ചെയ്യാൻ പാടില്ലാതെ അങ്ങനെ നിൽക്കും. പിന്നീട് ഹീറോയ്ക്ക് എന്തോ മനസ്സിലൊരു ഐഡിയ തോന്നുന്നുണ്ട്. അവൻ പുറത്തിറങ്ങി വന്നിട്ട് ഒരു കല്ലെടുത്ത് അവിടുത്തെ ഒരു ഷെഡ് അടിച്ച് പൊളിക്കും. അത് ലോക്ക് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. ആ ലേഡി വന്ന് അവനെ ചീത്ത പറയും, കൈ മുറിയത്തില്ലേ അതൊക്കെ അടിച്ചു പൊട്ടിക്കാൻ നിന്നാരെന്ന്. എന്നാൽ അവൻ അതൊക്കെ അടിച്ചു പൊടിച്ച് അകത്ത് കയറും. അകത്തെല്ലാം പരതി നടക്കും. ആ ഒരു പാർക്ക് എന്ന് പറയുന്ന മനുഷ്യനില്ലേ, അതായത് ഈ ഷൂ കൊടുക്കാന്ന് പറഞ്ഞില്ലായിരുന്നു ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ തന്നെ, അയാളെ നമുക്ക് പാർക്ക് എന്ന് പറയാം. ആ മനുഷ്യനെ തപ്പി നടക്കും. എന്നാൽ ആ മനുഷ്യനെ കാണാനില്ല. ആ ലേഡി പറയുന്നുണ്ട് ഇവിടെയൊന്നും അയാളില്ലാന്ന്. എന്നാൽ ഹീറോ അവിടെ പരതുമ്പോൾ അയാളെ കണ്ടുപിടിക്കും. അയാൾ ഈ ഷെഡിന്റെ അകത്ത് ഒളിച്ചിരിക്കുമായിരുന്നു, ആരെയൊക്കെ പേടിച്ചുകൊണ്ട്. ഹീറോ അടുത്ത് ചെന്നുടനെ ഇയാൾ കൈകുപ്പിട്ട് പറയും, എന്നോട് ക്ഷമിക്കണം, എനിക്ക് അറിയാതെ പറ്റിയതാണ്, ഞാൻ എത്രയും പെട്ടെന്ന് പൈസ തിരിച്ചടച്ചോളാന്ന്. എന്ത് പൈസയുടെ കാര്യം? ഹീറോ ഷൂവിന് വേണ്ടി കൊടുത്ത പൈസയാണോ? അതല്ല, ഇവിടെ വേറൊരു സംഭവമാണ് നടന്നത്. ഇയാൾ കുറെ അധികം പൈസ വെച്ച് കട എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ കടം കൊടുക്കാനില്ലാത്തത് കൊണ്ട് തന്നെ, പൈസ തിരിച്ചടയ്ക്കാത്തത് കൊണ്ട് തന്നെ ഇയാളുടെ ഷൂ എല്ലാം എടുത്തോണ്ട് പോയി. ഇയാളുടെ ഷൂ മാത്രമല്ല, ഹീറോയ്ക്ക് വിറ്റ ഷൂ കൂടെയാണ് എടുത്തോണ്ട് പോയിരിക്കുന്നത്. ഹീറോ ആ കാര്യം ചോദിക്കുമ്പോൾ ഇയാൾ പറഞ്ഞു കൊടുക്കും, ഇങ്ങനെയൊക്കെയാണ് സംഭവം. ഹീറോയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്തിനാടാ എന്നോട് ചെയ്തതെന്ന് പറഞ്ഞിട്ട് അവൻ ദേഷ്യപ്പെടും. അയാൾ പറയും, നിനക്ക് വേണമെങ്കിൽ എന്നെ വേണ്ടത്രോളം തല്ലി ദേഷ്യം തീർത്തോളാം, പക്ഷെ തല്ലിയിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ഇയാൾ പറയുന്നുണ്ട്, എന്നെ തല്ലിക്കൊന്നോ, ഞാൻ ചാവാൻ പോവാണെന്ന്. ഇത് കേൾക്കുന്ന ലേഡിക്ക് സഹിക്കത്തില്ല. ഒറ്റ അടിയാണ് മോൻ നോക്കിയിട്ട്, നീ ചാവാൻ പോവാണോടാ, എല്ലാം നീ തീർത്തിട്ട് ചാവാൻ പോവാണോ? അപ്പം പൈസ കൊടുക്കാനുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യും? നീ അവർക്ക് പൈസ കൊടുത്ത് തീർക്കത്തില്ലെന്ന് പറഞ്ഞ് അവനെ ഇട്ട് അടിക്കും. അല്ലെങ്കിൽ ചാവുന്നതാണ് ഒരു പരിഹാരം. അതുകൊണ്ടാണ് ആ ലേഡി അങ്ങനെ ചെയ്തത്. ഈ നേരം ഹീറോ പുറത്തിറങ്ങി പോകുന്നുണ്ട്. അവനാകെ ദേഷ്യമാവുന്നുണ്ട്. പിന്നാലെ തന്നെ ആ ലേഡി വന്നിട്ട് നീ എങ്ങോട്ടാ പോണെന്ന് ചോദിക്കുമ്പോൾ അവൻ പോലീസിനെ റിപ്പോർട്ട് ചെയ്യാൻ പോവാണ്. പക്ഷേ അതിൽ കാര്യമില്ല, ഇയാൾക്ക് കൊടുക്കാനായിട്ട് പൈസ ഇല്ല. പിന്നെ പോലീസ് എന്ത് ചെയ്യാനാണ്? അവന്റെ കയ്യിൽ കുറെ അധികം സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട്, ഈ ഷൂ കൊടുക്കാന്ന് പറഞ്ഞ എവിഡൻസ്, അതൊന്നും വെച്ചിട്ട് കാര്യമില്ല. എന്തായാലും ആ ലേഡി വന്ന് ഹീറോയിനെ സമാധാനപ്പെടുത്തും, എന്തായാലും ഒരു പരിഹാരം ഉണ്ടാക്കാം. ഇപ്പൊ ഹീറോയിനെ വിളിച്ച് ഈ കാര്യം പറയണ്ടേ, ഹീറോയിനെ വിളിച്ച് പറയട്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ എന്ത് പറയണമെന്ന് അറിയത്തില്ല. എന്തായാലും ആ ലേഡി വിളിച്ച് പറയുന്നുണ്ട്. ആ സമയമെല്ലാം ഹീറോ അവിടെ വിഷമിച്ചിരിക്കുകയാണ്. അവന്റെ ആകെ ഉള്ള കൈപ്പിടിയും വിട്ടുപോയി. ആ ഒരു വള്ളിയിൽ പിടിച്ച് കയറിയാൽ മതിയായിരുന്നു, എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേനെ. പക്ഷേ അവന്റെ പ്രോഡക്റ്റ് ഇല്ല വിൽക്കാനായിട്ട്. കട്ട് ചെയ്താൽ നമ്മുടെ ഹീറോയിനെ കാണിക്കുകയാണെങ്കിൽ അവൾ ഗോഡൌണിൽ നിൽക്കുകയാണ്. ഓരോ വണ്ടി വരുമ്പോഴും അവൾ പ്രതീക്ഷിച്ച് നിൽക്കും, അത് അവരുടെ ലോഡാണെന്ന് വിചാരിച്ചിട്ട്. എന്നാൽ
എന്നാൽ അതൊന്നും അവരുടെ ലോഡല്ല. അവൾ അങ്ങനെ പ്രതീക്ഷയോടെ നിൽക്കുമ്പോൾ അവളുടെ ആ ഒരു ഫോൺ കണക്കത്തെ ഡിവൈസ് ഇല്ലേ, അതിനകത്തോട്ട് എന്തോ ഒരു മെസ്സേജ് വരുന്നുണ്ട്. ചിലപ്പോ ഈ ലേഡി അയച്ചതായിരിക്കാം, ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ല, തിരിച്ചു പൊയ്ക്കോന്ന്. രാത്രിയാവുന്ന സമയത്ത് ഹീറോന്റെ അമ്മ ചിക്കൻ കടയിൽ പോകുന്നുണ്ട്. അതായത് ബഡ്ഡി കൂട്ടുകാരന്റെ അമ്മയുടെ ചിക്കൻ കട. ഇവരൊക്കെ കൂട്ടുകാരികളായിരുന്നു, അതുകൊണ്ട് തന്നെ ഇത് കാണാനായിട്ട് വന്നതാണ്. കൂട്ടുകാരൻ വന്ന് അമ്മേനെ കാണും. അമ്മ ഗിഫ്റ്റായിട്ട് എന്തോ ഒരു മരം പോലത്തെ സംഭവമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കൂട്ടുകാരന്റെ അമ്മ വന്നിട്ട് ഹീറോന്റെ അമ്മേനെ കാണും. ഈ അമ്മയ്ക്ക് ഇരിക്കാനായിട്ടൊന്നും സമയമില്ല കൂട്ടുകാരന്റെ അമ്മയ്ക്ക്, കാരണം കച്ചവടമുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ആൾക്കാർക്കും ഓരോ സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കാനായിട്ട് പോകണം. ഇതൊക്കെ കാണുമ്പോൾ അമ്മയ്ക്ക് കൊതിയാവും. ഈ ഒരു പ്രായമായിട്ടും അവർ ബിസിനസ് നടത്തുന്നില്ലേ, അവരൊറ്റയ്ക്കാണ്, ആ ലേഡി ഒറ്റയ്ക്ക് ഒരു ബിസിനസ് നടത്തുന്നില്ലേ. അമ്മയ്ക്ക് ആഗ്രഹമുണ്ട് സ്വന്തമായിട്ട് ബിസിനസ് നടത്തിയിരുന്നെങ്കിൽ. ഈ അമ്മയാണെങ്കിൽ ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഇത്രയും നാളൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കയറി വരാനായിട്ട് കുറച്ച് പാടുപെടും. പിന്നീട് അമ്മ ഇവരെയൊക്കെ കണ്ടു കഴിഞ്ഞ് വീട്ടിലോട്ട് തിരിച്ചു വരും. അവിടെ ഹീറോ നിപ്പുണ്ട്. ഹീറോയ്ക്ക് എന്താ പറ്റിയെന്ന് അറിയാൻ പാടില്ല. ഹീറോ നല്ല വിഷമത്തിലാണ്. അവനെ കാണുമ്പോഴേ അമ്മയ്ക്ക് കാര്യം മനസ്സിലാവും. അവനോട് ചോദിക്കും, എന്നാൽ അവൻ ഒന്നും പറയുന്നില്ല. ഒന്നുമില്ല അമ്മ, ഞാൻ ഒരുപാട് ക്ഷീണിച്ചു എന്ന് പറയും. പക്ഷെ അമ്മയ്ക്ക് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ടെന്ന്. നിന്റെ ഭാഗത്ത് ഞാനായിരുന്നെങ്കിലും ഒരുപാട് ക്ഷീണിച്ചു പോയേനെ. നിനക്ക് എന്നോട് സത്യം പറയാം, നീ പേടിക്കണ്ട. നിന്റെ അച്ഛനും എന്നോട് സത്യം പറയാറുണ്ടായിരുന്നു. നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, പകുതി സമാധാനം കിട്ടുമെന്ന് പറയുമ്പോൾ അവൻ കാര്യം പറഞ്ഞു കൊടുക്കും. അവന്റെ എല്ലാം നഷ്ടപ്പെട്ടു, അവന്റെ പൈസയും നഷ്ടപ്പെട്ടു, അവന്റെ സാധനവും നഷ്ടപ്പെട്ടു. ഇപ്പൊ അവൻ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട, എവിടെ തുടങ്ങണമെന്ന് പോലും അറിയത്തില്ല എന്ന് പറഞ്ഞ് അമ്മേനെ കെട്ടിപ്പിടിച്ച് അവൻ കരയും. ഇത് കാണുന്ന അമ്മയ്ക്ക് ഒരുപാട് കരച്ചിൽ വരുന്നുണ്ട്, സങ്കടം വരുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാണ്, അവർക്ക് വേറൊരു കുറ്റബോധം എന്താന്ന് വെച്ചാല് ഹീറോ ഇങ്ങനെ ജീവിക്കേണ്ട വ്യക്തിയല്ല, നല്ലൊരു ജീവിതം ജീവിക്കേണ്ട വ്യക്തിയാണ്. എന്നാൽ ഇപ്പൊ അവൻ ഒരുപാട് കഷ്ടപ്പെടുന്നില്ലേ. ഈ നേരം നമ്മുടെ ബഡ്ഡിക്കൂട്ടുകാരനെ കാണിക്കുകയാണെങ്കിൽ അവൻ അനിയത്തിയെ കാണാനായിട്ട് അവള് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ചെല്ലുന്നുണ്ട്. അവള് വർക്കൊക്കെ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി വരികയാണ്. അവള് വരുമ്പോൾ അവൾക്ക് എന്തോ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അതിങ്ങനെ ഞെക്കുമ്പോൾ ഐസായിട്ട് മാറും. എന്നാൽ അവൾ അത് വാങ്ങിച്ച് ദൂരോട്ട് എറിയും. അവൻ വീണ്ടും എടുത്തുകൊണ്ട് വന്ന് കൊടുക്കും. അവൾ വീണ്ടും എറിയും. അങ്ങനെ എറിഞ്ഞെറിഞ്ഞ് അവസാനം അവള് വാങ്ങുന്നുണ്ട്. അവളുടെ പിന്നാലെ തന്നെ ഇവനും ചെല്ലുന്നുണ്ട്. എവളൊന്ന് മുറിവ് വെച്ച് കൊടുത്തില്ലേ, അതിനൊരു ട്രീറ്റ് തരാന്ന് പറഞ്ഞിട്ടാണ് അവൻ പിന്നാലെ ചെല്ലുന്നത്. അവൻ അവളോട് ചെറിയൊരു ക്രഷ് ഉണ്ട്. പക്ഷെ അവൾ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അവൾ നടന്ന് ദൂരോട്ട് പോവാണ്. വീണ്ടും ഹീറോനെ കാണിക്കുകയാണെങ്കിൽ ഹീറോ വീട്ടിൽ തിരിച്ചു വന്നിട്ടുണ്ട്. ഹീറോയിനെ ആരോ ഫോൺ വിളിക്കുന്നുണ്ട്, ഹീറോയ്ക്ക് ഫോൺ കൊടുക്കാൻ പറഞ്ഞിട്ട്. അങ്ങനെ ഹീറോ വന്ന് ഫോൺ വാങ്ങി സംസാരിക്കും. അത് മറ്റാരുമല്ല, ആ ലേഡി തന്നെയാണ്. ആ ലേഡി ഹീറോനോട് പറയും, ഹീറോയുടെ ഷൂ എടുത്തോണ്ട് പോയ ആൾക്കാരെ കണ്ടുപിടിച്ചിട്ടുണ്ട്, അവർക്ക് കുറച്ച് പൈസ ഇയാൾ കൊടുക്കാനുണ്ടായിരുന്നു, ആര് പാർക്ക് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പൊ അവര് ചോദിക്കുന്നതെന്ന് വെച്ചാല് 5 മില്യൺ വോണാണ്, അതായത് ഏകദേശം 50 ലക്ഷം രൂപയല്ല വോണാണ്. അത് കൊടുത്തിട്ട് ഹീറോന്റെ ഷൂ എടുത്ത് പോകാനാണ് പറയുന്നത്. ഹീറോ ആൾറെഡി 3 മില്യൺ കൊടുത്തു, ഇനി 5 മില്യൺ കൂടെ കൊടുക്കാനായിട്ടാണ് പറയുന്നത്. എന്നാൽ ഹീറോന്റെ പൈസ ഇല്ല. ഹീറോയ്ക്ക് എന്ത് പറയണമെന്ന് അറിയാൻ പാടില്ല എന്ന് നിൽക്കുമ്പോൾ ഹീറോയിൻ ഫോൺ വാങ്ങിച്ചിട്ട് പൈസ ഞങ്ങൾ അറേഞ്ച് ചെയ്യാം, അയാളോട് ആ ഷൂ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യും. ഹീറോയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല, ഞാൻ ഇപ്പൊ തന്നെ ഷൂ എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൻ അവരുടെ നിന്ന് അത് പിടിച്ചു വാങ്ങാനായിട്ട് പോവാണ്. എന്നാൽ പിടിച്ചു വാങ്ങാനൊന്നും പറ്റത്തില്ല. അവര് ഭയങ്കര മോൺസ്റ്റേഴ്സ് ആണ്, ഗ്യാങ്സ്റ്റേഴ്സ് ആണ്, സോറി മോൺസ്റ്റേഴ്സ് എന്ന്, ഗ്യാങ്സ്റ്റേഴ്സ് ആണ്. അങ്ങനെ അടിച്ചു പിടിച്ച് നിൽക്കാനൊന്നും പറ്റത്തില്ല. അവര് ഹീറോനെ കൊന്നുകളയും. അത് ഹീറോനോട് ഹീറോയിൻ പറയും, പോവല്ലേ, അവര് നിന്നെ കൊന്നുകളയുന്നു. ഇതേക്കുമ്പോൾ ഹീറോയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. പോയിട്ടും കാര്യമില്ല, അവന്മാര് പൊതിരെ തല്ലി ഹീറോനെ നശിപ്പിച്ച് കളയും. ഹീറോ അവന്റെ ദേഷ്യം അവിടെ തറയിൽ തീർക്കുകയാണ്. പിറ്റേ ദിവസം അനിയത്തി അവളുടെ ജോലി സ്ഥലത്ത് പോകുന്നുണ്ട്, ജോലി ചെയ്യാണ്. അവളിങ്ങനെ ലിഫ്റ്റിൽ കയറിയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരുടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ലിഫ്റ്റ് മണ്ടിലോട്ടും താഴോട്ട് പോകും. അങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് ലിഫ്റ്റിൽ കുറെ ആൾക്കാർ കയറുന്നുണ്ട്. ഈ ലേഡിയും, അതായത് നമ്മുടെ അനിയത്തി അകത്തോട്ട് കയറിയിട്ട് അതിനകത്ത് നിൽക്കുന്ന ഒരാളോട്, അവസാനം കയറിയ ഒരാളോട് പുറത്തിറങ്ങി പോകാൻ പറയും. കാരണം ഇത് നല്ല വെയിറ്റ് ആണ്, അതുകൊണ്ട് തന്നെ ലിഫ്റ്റ് അനങ്ങത്തില്ല. പക്ഷെ അയാൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ, നമ്മുടെ പെൺകുട്ടീനെ പിടിച്ച് താഴെ തള്ളിയിടും. അവള് വീണിട്ട് അവളുടെ കാല് മറ്റോ മുറിയുന്നുണ്ട്. എന്നിട്ട് അയാൾ അവിടെ നിന്ന് പോവാണ്. എവള് ലിഫ്റ്റിന്റെ കൂടെ പോകേണ്ടതാണ്, എന്നാൽ അയാൾ ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ് ചെയ്തത്. അവൾ അങ്ങനെ എണീറ്റ് ഉന്തി നടക്കാണ്. അവൾക്ക് കാല് വയ്യപ്പം മുറിഞ്ഞിട്ട് കാലിടിച്ചിട്ടാണ് വീണിട്ടുള്ളത്. ആ സമയമായിരിക്കും ലിഫ്റ്റ് തുറക്കുന്നത്. ആ ലിഫ്റ്റിൽ മറ്റാരുമല്ല, ഹീറോയും അനിയനുമാണ്. ഹീറോയിന് മനസ്സിലായി എന്തോ ഒരു പ്രശ്നം അവൾക്ക് പറ്റിയിട്ടുണ്ടെന്ന്. കാരണം അവൾ ഉന്തിയല്ലേ നടക്കുന്നത്. പക്ഷെ അവൾ ചിരിച്ച മുഖത്തോടു കൂടിയാണ് അവരോട് സംസാരിക്കുന്നത്. അനിയൻ പറയുന്നുണ്ട്, ചേച്ചി നിങ്ങളെ കാണാൻ അടിപൊളിയായിട്ടുണ്ട്, എന്താ അടിപൊളി ജോലിയല്ലേ ചെയ്യുന്നതെന്ന്. ഹീറോയിൻ എന്തോ ഒരു കാര്യം ഉണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അനിയത്തെ വിളിച്ച് മാറിയിരുന്ന് അവളുടെ കാലിൽ മുറിവ് വെച്ചു കൊടുക്കുകയാണ്. എങ്ങനെ പറ്റിയതാണെന്നൊന്നും അറിയത്തില്ല, പക്ഷെ മുറിവ് വെച്ചു കൊടുക്കുന്നുണ്ട്. അവളുടെ ഈ അവസ്ഥ കണ്ടിട്ട് ഹീറോയിൻ ഒരുപാട് സങ്കടമാവും. അവളോട് പറയും, ഞാൻ കാരണമല്ലേ നിനക്ക് കോളേജിലൊന്നും പോകാൻ പറ്റാത്ത, ഈ 21 വയസ്സിൽ തന്നെ നീ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്ന്. ഹീറോയിന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു അവള് പണിയെടുത്തിട്ട് അവളുടെ അനിയനെ അനിയത്തി നല്ല രീതിയിൽ നോക്കണമെന്ന്. എന്നാൽ ഒരു കാര്യമില്ല, അവള് പണിയെടുത്തിട്ടും കാര്യമില്ല. അവൾ അനിയത്തിയോട് ക്ഷമ പറയും. പക്ഷെ അനിയത്തി അതൊന്നും സാരമില്ല, എനിക്ക് ജോലിക്ക് പോകാൻ സമയം എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അവൾ പുറത്തു വന്ന് നിന്ന് വിഷമിക്കുകയാണ്. അവൾ നല്ല രീതിയിൽ കരയുന്നുണ്ട്. അവൾക്ക് നല്ല കുറ്റബോധമുണ്ട്. ചേച്ചി ഡിഗ്രി പോലും എടുക്കാതെയാണ് അവരെ നോക്കുന്നത്. ഈ നേരം നമ്മുടെ ഹീറോനെ കാണിക്കുകയാണെങ്കിൽ അവൻ ഓഫീസിലിരുന്ന് പല ബാങ്കിലും വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഒരു ലോൺ തരുമോന്ന്. 5 മില്യൺ ഉണ്ടെങ്കിലല്ലേ ആ ഷൂ വാങ്ങാൻ പറ്റൂ, അത് ബൾക്ക് ലോഡാണ്, അത് വാങ്ങണം. അപ്പൊ പല ബാങ്കിലും വിളിച്ച് ചോദിച്ചിട്ട് അവരാരും ലോൺ കൊടുക്കാൻ തയ്യാറാവുന്നില്ല. ഹീറോ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല.
അതാകെ ടെൻഷനായി ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ നേരം നമ്മുടെ ഹീറോയിനെ കാണിക്കുവാണെങ്കിൽ അവൾ ഒരു സൈഡിൽ അനിയനെയും വിളിച്ചിരുന്നിട്ട് പാസ്ബുക്ക് നോക്കുന്നുണ്ട്. ആരുടെ പാസ്ബുക്ക്? ഹീറോന്റെ അച്ഛൻ അവൾക്ക് വേണ്ടി സേവിങ്സ് കരുതി വെച്ചിട്ടില്ലേ, ആ പാസ്ബുക്ക് നോക്കുന്നുണ്ട്. എന്തിനാണെന്ന് അറിയാൻ പാടില്ല. കട്ട് ചെയ്താൽ വില്ലൻ പയ്യന്റെ അച്ഛനെയും മാനേജറിനെയും കാണിക്കുകയാണെങ്കിൽ അവരൊരു കണ്ടെയ്നറിന്റെ അടുത്ത് ചെല്ലുന്നുണ്ട്. അവരുടെ അടുത്ത പ്ലാൻ മറ്റൊന്നുമല്ല, ഒരു ഷൂ ആണ്. ഹീറോ എടുക്കാൻ പോകുന്ന ആ ഷൂ തന്നെ. ആ ഷൂ എടുക്കാനായിട്ട് വില്ലൻ പയ്യനോട് ബുസാനിലോട്ട് പോവാനായിട്ട് വില്ലൻ പയ്യന്റെ അച്ഛൻ പറയും. ഇവരിങ്ങനെ ലാഭത്തിൽ കിട്ടിയതാണ് ആ ഷൂ, അതുകൊണ്ടാണ് വാങ്ങി വെക്കുന്നത്. ഇവർക്കറിയാം ആരുടെയെന്നോ ആ കൊള്ളപ്പലിശക്കാര് തട്ടിയെടുത്തതാണ്, അത് ഇവർക്ക് ലാഭത്തിന് കിട്ടാൻ പോണെയാണെന്ന്. ഈ ഷൂവിന് നല്ല വിലയാണ്, അതിന്റെ പകുതിയുടെ പകുതി വിലയ്ക്കാണ് ഇവർക്ക് കിട്ടാൻ പോകുന്നത്. അപ്പൊ ഒരുപാട് ലാഭമല്ലേ. പക്ഷെ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, രക്ഷപ്പെടുമെന്ന് അറിയാൻ പാടില്ല. രക്ഷപ്പെടത്തില്ലായിരിക്കും. ഇങ്ങനെ ഉണ്ടാക്കിയിട്ടും കാര്യമില്ല, കുറെ നാൾ കഴിയുമ്പോൾ ഇതെല്ലാം കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. അപ്പൊ എന്ത് ബിസിനസ് ചെയ്താലും ഒരു നേരും നിറയും വേണം. രാത്രി ആവുന്ന സമയത്ത് ഹീറോ ആകെ വിഷമിച്ച് അവിടെ ഇരിക്കുമ്പോൾ അങ്ങോട്ട് ഹീറോയിൻ വരും. ഹീറോയിൻ അവനോട് ചോദിക്കും, ബാങ്കിലൊക്കെ വിളിച്ച് ചോദിച്ചിട്ട് എന്തായി, പൈസ കിട്ടിയോന്ന്. എന്നാൽ പൈസയൊന്നും ആയിട്ടില്ല, ഞാൻ എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്തോളാം എന്ന് അവൻ പറയും. പക്ഷേ ഹീറോയിൻ അവളുടെ ഇരിക്കുന്ന ഒരു പൊതി എടുത്ത് അവന് കൊടുക്കുകയാണ്. ആ പൊതിയിൽ മറ്റൊന്നുമല്ല, ഹീറോന്റെ അച്ഛൻ അവൾക്ക് വേണ്ടി കരുതിയ സേവിങ്സ് ഇല്ലേ, അത് തന്നെയാണ്. അത് അവൻ എടുത്തു കൊടുക്കും. എന്നാൽ ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് അവൾക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ അവൾ വീണ്ടും അവന് തിരിച്ചു കൊടുക്കുകയാണ്. എനിക്കിത് വേണ്ട, ഞാൻ ഇത് അവകാശപ്പെടുന്നില്ല, എനിക്കിത് വേണ്ടെന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കുമ്പോൾ അവൻ സമ്മതിക്കുന്നില്ല. എന്നാൽ അവനെ നിർബന്ധിക്കും, നീ ഇപ്പൊ എനിക്ക് പൈസ തരണ്ട, പകരം ബിസിനസ് ചെയ്ത് നല്ല വലിയൊരാളായിട്ട് എനിക്ക് തന്നാൽ മതിയെന്ന്. ഹീറോയ്ക്കും തിരിച്ചൊന്നും പറയാൻ പറ്റുന്നില്ല. ഹീറോയിൻ അത്രയും രീതിയിൽ അവനെ നിർബന്ധിക്കുന്നുണ്ട്. പിറ്റേ ദിവസം തന്നെ ഹീറോ ഈ പൈസയായിട്ട് ആ ഒരു ബിസിനസ് ലേഡീനെ ചെന്ന് കാണും. ഇവനാണെങ്കിൽ ആകെ കൂടിയിട്ടാണ് നിൽക്കുന്നത്. കാരണം കോൺഫിഡൻസ് ഇല്ല, എല്ലാം നഷ്ടപ്പെട്ടു പോയവനല്ലേ. എന്നാൽ അവർ മോട്ടിവേറ്റ് ചെയ്യും, ഇങ്ങനെ നിൽക്കാൻ പാടില്ല, നല്ല കോൺഫിഡൻസോട് കൂടി മനുഷ്യരുടെ മുമ്പിൽ നിൽക്കണമെന്ന് പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യും. ഇതിനുശേഷം ഇവർ രണ്ടുപേരും കൂടെ ആ ഒരു പലിശക്കാരനെ കാണാനായിട്ട് ചെല്ലും. അവൻ അവിടെ ഇരിപ്പുണ്ട്. അവൻ ഹീറോനെ താഴ്ത്തി കെട്ടിയിട്ടാണ് സംസാരിക്കുന്നത്. എന്തായാലും ഹീറോ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അവന് വിഷമമുണ്ടെങ്കിലും മൈൻഡ് ചെയ്യുന്നില്ല. അതുമല്ല, ഹീറോനോട് പൈസ കൊടുക്കാൻ പറയും ആ ഷൂ ആണെങ്കിൽ. പക്ഷെ അവൻ ആദ്യം തന്നെ ഷൂ കാണണം. അതുകൊണ്ട് തന്നെ ഹീറോനെ ഷൂ കാണിക്കാനായിട്ട് ഒരാൾ വിളിച്ചുകൊണ്ട് പോകും. അവിടെ ചെന്ന് നോക്കുമ്പോഴാണ് വേറൊരു ട്വിസ്റ്റ്. അതായത് വില്ലൻ പയ്യൻ ഈ ഷൂ ഒക്കെ എടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. വില്ലൻ പയ്യന് ഹീറോനെ കണ്ടപ്പോൾ ചൊറിയാൻ തോന്നുകയാണ്. അവൻ വന്ന് ഹീറോനെ ചൊറിയും. നീ ആരാന്നാ നിന്റെ വിചാരം? നീ ഈ ഷൂ എടുത്തോണ്ട് പോയി വലിയ ബിസിനസ്മാൻ ആവാൻ പോവാണോ? നീ എവരുമായിട്ട് കൂട്ടുകൂടാൻ പാടില്ല, ഇവര് സാധാരണ ആൾക്കാരല്ല. നിന്റെ വിചാരം നീ വലിയ ഗാങ്സ്റ്റർ ആണെന്നാണോ? എവരുടെ കൂടെ കൂട്ടുകൂടിയെന്ന് പറഞ്ഞ് നീ ഗാങ്സ്റ്റർ അല്ല. ഇത് പറയുമ്പോൾ ഹീറോനെ കൊണ്ടുവന്ന ആൾക്ക് ദേഷ്യം വരും. അതായത് ഈ ഗാങ്സ്റ്റേഴ്സിനെ അടിച്ചു താഴ്ത്തിയല്ലേ വില്ലൻ പയ്യൻ സംസാരിച്ചത്. അവൻ വില്ലൻ പയ്യനുമായിട്ട് അടി ഉണ്ടാക്കാൻ ചെല്ലുമ്പോൾ വില്ലൻ പയ്യൻ തിരിച്ചടിക്കും. കാരണം വില്ലൻ പയ്യന്റെ അധികാരമുണ്ട്, പണമുണ്ട്, അവനെ സപ്പോർട്ട് ചെയ്യാൻ അവന്റെ അച്ഛനും ഉണ്ട്. അതുകൊണ്ട് തന്നെ അവന് യാതൊരു പേടിയില്ല. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ തുടരാന്ന് പറഞ്ഞു നിൽക്കും. മറ്റൊന്ന് അടിക്കാൻ ചെല്ലുന്നുണ്ടെങ്കിലും വില്ലൻ പയ്യന്റെ ആൾക്കാർ പിടിച്ചു മാറ്റും. വില്ലൻ പയ്യനെ തൊടാൻ പറ്റില്ല. ഹീറോനോട് ഇപ്പൊ ഗാങ്സ്റ്ററിന്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, അതുകൊണ്ട് തന്നെ ഹീറോയ്ക്ക് ഒരു ഡൗട്ട്, ഇനിയിപ്പം ഇവര് മോശപ്പെട്ട എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? തറയിലൊക്കെ രക്തം കിടപ്പുണ്ട്. ഹീറോ പതിയെ നടന്ന് അകത്തോട്ട് കയറി ചെല്ലും. ചെന്ന് നോക്കുമ്പോഴാണ് അവൻ ഒരു കാര്യം കാണുന്നത്. നമ്മുടെ പാർക്കില്ലേ, പാർക്കിനെ അടിച്ച് അവശതയാക്കി രക്തമൊക്കെ ചോർത്തി അവിടെ ഇട്ടേക്കാണ്. അയാൾക്കാണെങ്കിൽ ബോധമൊന്നുമില്ല, ഒരുപാട് രക്തം പോയിട്ടുണ്ട്. ഹീറോ അടുത്ത് നിന്നിട്ട് എന്താ പറ്റിയെന്ന് പറഞ്ഞ് എണീപ്പിക്കും. ആ സമയം വില്ലൻ പയ്യൻ ഹീറോന്റെ പിന്നിൽ വരും. ഹീറോനെ കളിയാക്കിക്കൊണ്ട് സംസാരിക്കും. ഇയാൾ തണുത്ത് വിറച്ച് കിടക്കുന്നതൊക്കെ കണ്ടിട്ട് ഇയാളെയും കളിയാക്കിക്കൊണ്ട് സംസാരിക്കും. പണത്തിന്റെ അഹങ്കാരമാണ് അവന്. പക്ഷെ പണം ഉണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെയൊന്നും അഹങ്കാരം കാണിക്കാറില്ല ആൾക്കാർ. ഇതൊക്കെ ചുമ്മാതാ. ചിലപ്പോൾ ഇങ്ങനെ കാണിക്കുന്ന ആൾക്കാരുണ്ടാവാം, എനിക്കറിയില്ല. എന്തായാലും അവനെ ആക്കിക്കൊണ്ട് സംസാരിക്കുന്നില്ലേ. ഹീറോയ്ക്ക് ദേഷ്യം വന്നിട്ട് വില്ലൻ പയ്യനെ കയറി പിടിക്കും. ഇനി നീ എന്റെ വഴിക്ക് വരുവാണെങ്കിൽ നിന്നെ ഞാൻ കൊന്നു കളയുമെന്ന് പറഞ്ഞിട്ട് ഹീറോ തിരിച്ചിറങ്ങി പോവാണ്. ഹീറോ വന്ന് ആ പലിശക്കാരനെ കാണും. ഹീറോയ്ക്ക് നല്ല ദേഷ്യമുണ്ട്. ഹീറോ ഒരു ഡീൽ ഉണ്ടാക്കാന്ന് പറയും. വേറൊന്നുമല്ല, ഇയാൾ പാർക്ക് കൊടുക്കാനുള്ളത് 70 മില്യൺ വോൺ, അതായത് നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട്. ഹീറോ അത് തിരിച്ചടയ്ക്കാന്ന് പറയും. പകരം 100 മില്യൺ ആണ് അവൻ തിരിച്ചടയ്ക്കാൻ പോകുന്നത്. പക്ഷെ അതിന് പകരമായിട്ട് വേറൊരു കാര്യം ചെയ്യണം. ആ ഒരു ഷൂ വില്ലൻ പയ്യന് വിട്ടുകൊടുക്കാതെ 7000 പേർ ഷൂവും ഹീറോയ്ക്ക് വിട്ടുകൊടുക്കണമെന്ന് പറയും. ഹീറോ 500 പേർ എടുക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ 7000 അവന് വേണമെന്ന് പറയും. ഇത് കേൾക്കുന്ന പലിശക്കാരൻ പതിയെ എണീറ്റിട്ട് ഒരു അഗ്രിമെന്റ് എടുത്ത് ഹീറോന്റെ മുമ്പിൽ വെക്കും. ഞാൻ നിന്നെ എങ്ങനെ വിശ്വസിക്കും? ഞാൻ നിന്നെ വിശ്വസിക്കണമെങ്കിൽ ഞാൻ നിനക്കൊരു അഗ്രിമെന്റ് തരാം, അത് സൈൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അതെടുത്ത് അവന് കൊടുക്കും. വേറൊന്നും അല്ല, അവൻ ഈ പൈസ തിരിച്ചടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ അവന്റെ 2 കണ്ണ് പലിശക്കാരനാണ്. നീ എന്താ പേടിച്ചു പോയോന്ന് ഹീറോനോട് ചോദിക്കും ഈ അഗ്രിമെന്റ് കണ്ടിട്ട്. എന്നാൽ ഹീറോ പറയും, ഞാൻ ഇത് സൈൻ ചെയ്ത് തരാം, പക്ഷേ ഇതിനുശേഷം നീ എന്റെ വഴിക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പലിശക്കാരനെ വെല്ലുവിളിക്കുകയാണ്. പലിശക്കാരൻ ദേഷ്യം വന്നിട്ട് അത് കൈ അച്ച് പതിപ്പിക്കുന്നുണ്ട്. പിന്നീട് ഹീറോനോട് പതിപ്പിക്കാൻ പറയും. ഹീറോ ആകെ ദേഷ്യം വന്നിട്ട് അവന്റെ മൊത്തത്തിലുള്ള കൈ പ്രിന്റ് എടുത്തിട്ട് അതിനകത്ത് ഒറ്റ അടിയാണ്. എന്നിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. അവന് നല്ല ദേഷ്യം വന്നിട്ടുണ്ട്. ഒരു മനുഷ്യനെയാണ് ഇങ്ങനെ തല്ലി ചതച്ചേക്കുന്നത്. അത് കണ്ടു നിൽക്കാൻ അവനെ കൊണ്ട് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ 7000 പേർ ഷൂ എടുത്തിട്ട് അത് മറിച്ച് വിട്ടിട്ട് 100 മില്യൺ ഇയാൾക്ക് കൊടുക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവൻ 500 പേർ എടുക്കാൻ വന്നിട്ടാണ് 7000 പേർ എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പൊ അത്രയും വ്യത്യാസമുണ്ടോ എന്ന് ആലോചിച്ച് നോക്കണേ. ഹീറോ പുറത്തിറങ്ങി വരുമ്പോഴാണ് ചെയ്തത് മണ്ടത്തരമായി പോയതെന്നും മനസ്സിലാവുന്നത്. അവൻ അവിടെ നിന്ന് നിലവിളിക്കും. അവന്റെ 2 കണ്ണ് നഷ്ടപ്പെട്ടു പോകത്തില്ലേ. അപ്പോഴായിരിക്കും അങ്ങോട്ട് ആ ലേഡിയെ പാർക്കിനെ തൂക്കിയെടുത്തോണ്ട് വരുന്നത്. പാർക്കിന് നടക്കാനൊന്നും വയ്യ, അടിച്ചുപ്പാട്
ഉപ്പാടിളക്കിയിട്ടുണ്ട്. ഹീറോനോട് കൂടെ വന്ന് പിടിക്കാൻ പറയും. ഹീറോയും വന്ന് പിടിക്കും. ആ ലേഡി ഹീറോനെ ചീത്ത പറയും. അത്രയും മണ്ടന്മാരുടെ ഇടയിൽ ആ ലേഡീനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയില്ലേ, അതുകൊണ്ടാണ് ചീത്ത പറഞ്ഞത്. പിന്നീട് പിടിച്ചോണ്ട് പോകുമ്പോൾ പാർക്ക് ഹീറോനോട് നന്ദി പറയും. നിന്നെ പോലെ നല്ലൊരു മനുഷ്യൻ ഈ ഭൂമിയിലില്ലാന്ന്. ഹീറോയ്ക്ക് ദേഷ്യം വന്നിട്ട് പാർക്കിനെ പിടിച്ച് ഒറ്റ തള്ളാണ്. ആ ലേഡിയും തറയിൽ പോയി വീഴും. എന്തായാലും അയാളെ തൂക്കിയെടുത്ത് രണ്ടുപേരും കൂടെ പോവുകയാണ്. രാത്രി ആവുന്ന സമയത്ത് ആ മനുഷ്യന്റെ വീട്ടിൽ ചെല്ലുന്നുണ്ട്. ആ മനുഷ്യൻ ആ ലേഡിയോട് ചോദിക്കും, എനിക്ക് വീട്ടിൽ പോകാൻ പറ്റത്തില്ല, കുറച്ച് മേക്കപ്പ് ഇട്ട് ഈ ഒരു മുറിവൊക്കെ മറയ്ക്കാൻ പറ്റുമെന്ന്. അയാളുടെ മുഖത്തെല്ലാം മുറിവാണ്, അതെല്ലാം മറച്ചിട്ട് അകത്തോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ചോദിക്കും. എന്നാൽ ആ ലേഡി പറയും, എന്റെ മേക്കപ്പ് ഒന്നും ഇല്ല, ഇതൊക്കെ എന്റെ നാച്ചുറൽ ബ്യൂട്ടിയാണ്, അല്ല ഞാൻ മേക്കപ്പ് ഒന്നും ഇടത്തില്ല എന്ന്. എന്തായാലും മേക്കപ്പ് എടുത്ത് കൊടുക്കാം. ആ ലേഡി മേക്കപ്പ് ഇടും കേട്ടോ. ഹീറോ നോക്കുന്ന സമയത്ത് ആ വീട്ടിൽ ഒരു കൊച്ചു കുഞ്ഞിരിപ്പുണ്ട്, ഒരു പെൺകുട്ടി. അതിന്റെ ഈ കാര്യങ്ങളൊക്കെ മറയ്ക്കാനാണ് ഇയാൾ മേക്കപ്പ് ഇടുന്നത്. എന്തായാലും ആ കൊച്ചു പെൺകുട്ടി വീട്ടിലിരിക്കുമ്പോൾ അങ്ങോട്ട് ഒരു ക്രിസ്മസ് അപ്പം കയറി വരും. അത് മറ്റാരുമല്ല, ഈ പാർക്ക് തന്നെയാണ്. കൂടെ തന്നെ ഹീറോയും ആ ലേഡിയും ഉണ്ട്. ഈ പെൺകുട്ടിക്ക് കേക്ക് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അച്ഛന്റെ മുഖത്ത് ഈ ക്രിസ്മസ് താടിയൊക്കെ വെച്ചത് കൊണ്ട് തന്നെ മുറിവൊന്നും കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ആ കൊച്ച് കണ്ടുപിടിക്കുന്നുമില്ല. ഹീറോനെ കണ്ടുടനെ ആ കുട്ടി പറയും, ചേട്ടനെ കാണാൻ ഒരുപാട് ഭംഗിയുണ്ടെന്ന്. ഹീറോ ആ കുട്ടിയുടെ മുഖത്ത് പിടിച്ചിട്ട് നന്ദി പറയും. അതിനെ കാണുമ്പോൾ ഹീറോയ്ക്ക് വിഷമാവാണ് അതിന്റെ അവസ്ഥ ആലോചിച്ചിട്ട്. പിന്നീട് ഹീറോ വന്ന് ഫോൺ കോൾ ചെയ്യും. ഹീറോയിനെയാണ് വിളിക്കുന്നത്. ഹീറോയിനോട് കാര്യം പറയും, അതായത് അവൻ തിരിച്ചിറങ്ങാൻ നിൽക്കുകയാണ്, പെട്ടെന്ന് തന്നെ വീട്ടിലെത്തുമെന്ന്. എന്നിട്ട് അവൻ അവളോടൊരു കാര്യം ചോദിക്കും, അതായത് നമ്മൾ ഈ ബിസിനസ് ഒക്കെ ചെയ്യുമ്പോൾ ഈ സ്നേഹം, അതുപോലെ തന്നെ കെയറിങ്, ലോയാലിറ്റി, പിന്നെ ജസ്റ്റിസ്, ഇതൊക്കെ നോക്കണമെന്ന്. അവൻ അറിയത്തില്ല. അവൻ ഭയങ്കര സെന്റിമെന്റൽ ആവുന്നുണ്ട്. ഇപ്പൊ തന്നെ ഇയാളെ രക്ഷിക്കാനായിട്ട് 100 മില്യൺ കൊടുക്കാന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് അവളോട് അങ്ങനെ ചോദിച്ചത്. എന്നാൽ അവള് പറയും, നീ ഒന്ന് ആകാശത്തോട്ട് നോക്കിയേ, ആകാശത്ത് കുറെ അധികം നക്ഷത്രങ്ങളില്ലെന്ന്. എന്നാൽ അവൻ നോക്കുമ്പോൾ നക്ഷത്രങ്ങളൊന്നും കാണാനില്ല എന്ന് പറയുമ്പോൾ അതങ്ങനെയാണ്. കാരണം നിനക്ക് നക്ഷത്രങ്ങളെ കാണാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? ആകാശത്ത് മൊത്തം മേഘങ്ങൾ നിറഞ്ഞത് കൊണ്ടാണ്. അതിനർത്ഥം അവിടെ നക്ഷത്രങ്ങൾ ഇല്ലെന്നാണോ? അവിടെ നക്ഷത്രങ്ങളുണ്ട്. ഹീറോയിൻ ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല, എത്ര മറച്ചു വെച്ചാലും ആ ഒരു സ്നേഹവും ജസ്റ്റിസും എല്ലാം പുറത്തു വരും. അതാണ് അവൾ ഉദ്ദേശിച്ചത്. അവള് സൂക്ഷിച്ച് വീട്ടിൽ വരണമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യും. ഹീറോയും അതിന് സമ്മതിക്കുന്നുണ്ട്. ഒരു പ്രശ്നം ഉണ്ടാക്കാതെ പാവക്കുട്ടിയായിട്ട് വീട്ടിൽ ചെല്ലാന്ന്. ഹീറോയിൻ ഫോൺ കട്ട് ചെയ്യുന്ന സമയത്തായിരിക്കും അനിയത്തി വരുന്നത്. അനിയത്തി നോക്കുമ്പോൾ ഹീറോയിന്റെ മുഖത്തൊരു പുഞ്ചിരിയുണ്ട്. എന്താ ഒറ്റയ്ക്കിരുന്ന് ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ കാര്യം പറയുന്നില്ല. പകരം നീ വന്നേ നമുക്ക് TV കാണാൻ പോകാന്ന് പറഞ്ഞ് അവളെ പറ്റിച്ച് അവിടെ നിന്ന് പിടിച്ചോണ്ട് പോകും. കട്ട് ചെയ്താൽ നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോൾ ഹീറോ തിരിച്ചു പോകാനായിട്ട് ബസ് ടിക്കറ്റ് എടുക്കാനായിട്ട് ആ ഒരു സ്റ്റാൻഡിൽ വന്നിട്ടുണ്ട്. എന്നാൽ അവിടുത്തെ സ്റ്റാൻഡൊക്കെ അടച്ചുപൂട്ടി ഇന്ന് തിരിച്ചു പോകാൻ പറ്റത്തില്ല, ബസ്സില്ല. ഈ നേരം അമ്മേനെ കാണിക്കുകയാണെങ്കിൽ അമ്മ പത്രം നോക്കിയിട്ട് ഏതൊക്കെ ജോലി കിട്ടുമെന്ന് നോക്കുന്നുണ്ട്. അതായത് അമ്മയ്ക്ക് വീട്ടിലിരിക്കാൻ പറ്റുന്നില്ല. ഹീറോ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ അമ്മ വെറുതെ ഇരിക്കുന്നത് ശരിയല്ല എന്ന് അവർക്ക് തോന്നി. അതുകൊണ്ട് ഓരോ ജോലിയായിട്ട് നോക്കുകയാണ്. അമ്മയ്ക്ക് ഒരു ജോലി അറിയത്തില്ല, ഇത്രയും നാൾ ഇതൊന്നും ചെയ്ത് പരിചയമില്ല, ഒന്ന് സെറ്റായിട്ട് വരാനായിട്ട് സമയം എടുക്കും. എന്തായാലും പഠിക്കുമല്ലോ, ഇത് ചെയ്ത് എന്തായാലും പഠിക്കും. അതങ്ങനെയാണ്. ഈ നേരം ഹീറോനെ കാണിക്കുകയാണെങ്കിൽ ഹീറോ പാർക്കിന്റെ വീട്ടിലാണ് കിടന്നുറങ്ങുന്നത്. അവന് നല്ല വിഷമമുണ്ട്, എന്നാലും അവളാണ് കിടന്നുറങ്ങുന്നത്. അവൻ അവിടെ കിടന്നിട്ട് സീലിംഗിൽ നോക്കുമ്പോൾ കൊച്ചു പെൺകുട്ടി മണ്ടയിലെല്ലാം നക്ഷത്രങ്ങൾ ഒട്ടി വെച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ ഹീറോയിന്റെ കാര്യമാണ് അവൻ ഓർമ്മ വരുന്നത്. എന്തായാലും അതൊക്കെ കണ്ട് അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇതേ നേരം പാർക്കിനെ കാണിക്കുകയാണെങ്കിൽ പാർക്ക് ഉറങ്ങിയതിനു ശേഷം, നല്ല ക്ഷീണത്തിൽ ഉറങ്ങിയതിനു ശേഷം മോള് വന്ന് അച്ഛന്റെ മുഖത്തുള്ള മുറിവൊക്കെ വെച്ച് കെട്ടി കൊടുക്കുകയാണ്. അതൊക്കെ തുടച്ചു മാറ്റുന്നുണ്ട്. പക്ഷെ അച്ഛനോട് പറയുന്നില്ല മോൾ ഇത് കണ്ടെന്നുള്ള കാര്യം. വീണ്ടും ഹീറോയിനെ അനിയത്തിയൊക്കെ കാണിക്കുകയാണെങ്കിൽ അവര് TV കാണുന്നുണ്ട്. എല്ലാവരും ഉണ്ട്. ന്യൂ ഇയർ ആയിട്ടുണ്ട് കേട്ടോ. മുത്തശ്ശിയാണെങ്കിൽ അനിയത്തിയുടെ മുഖത്തിട്ടേക്കുന്ന കുക്കുംബറൊക്കെ എടുത്ത് തിന്നാനായിട്ട് നോക്കുന്നുണ്ട്. അത് തിന്നുന്നുണ്ട്. അനിയത്തി ചീത്ത പറയും, എന്റെ മുഖത്തുനിന്ന് എടുത്ത കുക്കുംബർ ഇങ്ങ് തിരിച്ചതാന്ന്. അങ്ങനെ ന്യൂ ഇയറിന്റെ സന്തോഷത്തിലാണ് എല്ലാവരും. പിറ്റേ ദിവസം ഹീറോയിൻ കമ്പനിയിലോട്ട് ജോലിക്ക് പോകുമ്പോൾ ഹീറോ പിന്നാലെ ഓടി വരും. ഹീറോ ഓടി വന്നിട്ട് അവൾക്കൊരു പാക്കറ്റ് എടുത്ത് കൊടുക്കുകയാണ്. ആ പാക്കറ്റ് മറ്റൊന്നുമല്ല, അവൾ അന്ന് അവന് പൈസ കൊടുത്തില്ലേ, ആ പൈസ തന്നെയാണ്. എന്താ നീ പൈസ ഉപയോഗിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഉപയോഗിച്ചില്ല, പകരം ഞാൻ കുറെ അധികം ഷൂ വാങ്ങിച്ചു കൂട്ടിയെന്ന് പറയും. എവിടെ ഷൂ എന്ന് ചോദിക്കുമ്പോൾ അവ കൈ ചൂണ്ടി കാണിക്കും. ആ സമയം കുറെ അധികം വണ്ടികൾ അങ്ങോട്ട് വരികയാണ്. 500 പേര് ഷൂ എടുക്കുന്നതിന് എന്തിനാണ് ഈ 2-3 വണ്ടി? അവൾക്ക് മനസ്സിലാവുന്നില്ല. ആ ലേഡിയൊക്കെ ഉണ്ട് കേട്ടോ. ആ ലേഡിയും അതുപോലെ തന്നെ പാർക്കും അങ്ങോട്ട് വന്നിട്ടുണ്ട്. അവര് വന്നിട്ട് പറയും ഹീറോ ഏകദേശം 7000 പേര് ഷൂ വാങ്ങിച്ചിട്ടുണ്ടെന്ന്. ഹീറോയിൻ ഇത് കേൾക്കുമ്പോൾ നല്ല ദേഷ്യം വരുന്നുണ്ട്. ഹീറോയിനോട് ഡിസ്കസ് ചെയ്യാതെയാണ് അവൻ ഈ കാര്യം ചെയ്തേക്കുന്നത്. നീ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞിട്ട് അവളുടെ ഇരിക്കുന്ന പൈസ എടുത്ത് അവന് കൊടുത്തിട്ട് അവള് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോവാണ്. കാരണം അവളോട് ഡിസ്കസ് ചെയ്തില്ലല്ലോ അവൻ, അതുകൊണ്ടാണ്. കട്ട് ചെയ്താൽ പാർക്കും മറ്റേ ആ സ്റ്റൈലും പയ്യനും ഇല്ലേ, അവർ ഓഫീസിലിരുന്ന് കാപ്പി കുടിക്കുന്നുണ്ട്. പാർക്കിന് കാപ്പി ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നീട് അവര് തമ്മിലിരുന്ന് സംസാരിക്കും. വേറൊന്നുമല്ല, ആ ഒരു കമ്പ്യൂട്ടറില്ലേ, ആ കമ്പ്യൂട്ടറിനെ പറ്റി പാർക്ക് പറഞ്ഞു കൊടുക്കും. അതിന് 112 MB റാമും അതുപോലെ തന്നെ 1.5 GB ഹാർഡ് ഡിസ്കും. അതായത് പണ്ടത്തെ കമ്പ്യൂട്ടറാണ് കേട്ടോ. ഇപ്പോഴത്തെ കമ്പ്യൂട്ടറിന്റെ സ്പെക്ക് പറയട്ടോ എന്റെ ഇരിക്കുന്നത് 16 GB അതുപോലെ തന്നെ 1 TB SSD ആണ്. അന്ന് വെറും 1 GB ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഭയങ്കര സ്ലോ ആണ്. ഇപ്പം 1 TB SSD ആണ്, 1000 GB. എന്ത് ഡെവലപ്മെന്റ് അല്ലേ. 112 MB 16 GB റാം ആണ്. എന്റെ പൊന്നെ, അടിപൊളിയല്ലേ. എന്തായാലും ഈ കമ്പ്യൂട്ടറിനെ പറ്റി പറയുമ്പോൾ ടൈലൻ ചോദിക്കും, നിങ്ങളപ്പം എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുണ്ടോ? പക്ഷെ അയാൾ എഞ്ചിനീയറിംഗ് ഒന്നും
പഠിച്ചിട്ടില്ല, കപ്പലിന്റെ കാര്യമാണ് പഠിച്ചിരിക്കുന്നത്. അയാൾ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അയാൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാപ്റ്റന്റെ കാര്യം പറഞ്ഞു കൊടുക്കും. ഇത് കേൾക്കുമ്പോൾ സ്റ്റൈലൻ എക്സൈറ്റഡ് ആയിട്ട് ഞാൻ ആ ക്യാപ്റ്റന്റെ വലിയ ഫാനാന്ന് പറയും. അപ്പൊ ഇവർ ഇഷ്ടപ്പെടുന്ന ആ മനുഷ്യനില്ലേ, രണ്ടുപേർക്കും ആ മനുഷ്യനെ ഇഷ്ടമാണ്. രണ്ടുപേർക്കും ഇപ്പോൾ ഒരു സെയിം ടേസ്റ്റ് കിട്ടിയല്ലോ, അതുകൊണ്ട് തന്നെ ആ സന്തോഷത്തിൽ നിൽക്കുകയാണ്. ഈ സമയം ഓഫീസിന്റെ അകത്ത് നോക്കുവാണെങ്കിൽ ഹീറോയും ആ ലേഡിയും കൂടെ സമാധാനപ്പെടുത്താൻ നോക്കുന്നുണ്ട്. എന്നാൽ അവള് കേൾക്കുന്നില്ല. നീ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് അവള് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. ഹീറോ ആകെ ടെൻഷൻ അടിച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. ആ ലേഡിയും ഹീറോയിനെ സമാധാനപ്പെടുത്താനായിട്ട് പിന്നാലെ ചെല്ലും. അവൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അങ്ങോട്ട് പാർക്കും സ്റ്റൈലിനും ചെല്ലും. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കുറച്ച് സമാധാനം വേണം, അതുകൊണ്ട് കുറച്ച് നേരം പുറത്ത് നിൽക്കാൻ പറയും. അതിനുശേഷം ഹീറോ അവിടെ വിഷമിച്ചിരിക്കുകയാണ്. പാർക്ക് സ്റ്റൈലിനോട് ചോദിക്കും ഇവിടെ വേറെ എംപ്ലോയീസ് ഒന്നും ഇല്ലെന്ന്. എന്നാൽ ആകെ 2 എംപ്ലോയീസേ ഉള്ളെന്ന് അയാൾ പറഞ്ഞു കൊടുക്കും. ആ ഒരു സ്റ്റൈലും പറഞ്ഞു കൊടുക്കും. അപ്പൊ പാർക്കിന് മനസ്സിലായി ഇവിടെ കുറച്ച് എംപ്ലോയീസേ ഉള്ളൂ, ആകെ 2 എംപ്ലോയീസേ ഉള്ളെന്ന്. ഈ നേരം അമ്മേനെ കാണിക്കുകയാണെങ്കിൽ അമ്മ ഒരു തുണിയൊക്കെ തയ്ക്കുന്ന കടയിൽ വന്നിട്ടുണ്ട്. ഇവിടെ കുറെ ആൾക്കാർ ഇരുന്ന് തയ്ക്കുന്നുണ്ട്. അമ്മ തയ്ക്കാനായിട്ട് നോക്കുമ്പോൾ അമ്മയെ കൊണ്ട് കഴിയുന്നില്ല. അമ്മ കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ കൈ മുറിയുന്നുണ്ട്. കൈ ഇന്ന് താഴെ രക്തം പോവാണ്. ആരും കാണാതെ അതങ്ങ് തുടച്ചെടുക്കും. എന്നാൽ ഇതൊക്കെ കണ്ടുകൊണ്ട് അവിടുത്തെ ഓണർ അവിടെ നിൽപ്പുണ്ട്. ഓണർ അമ്മേനെ വിളിച്ച് മാറി നിന്ന് സംസാരിക്കും. ഓണറിന് മനസ്സിലായി ഇവര് നല്ല പൈസയുള്ള വീട്ടിലായിരുന്നു, എന്നാൽ പെട്ടെന്ന് തന്നെ ബിസിനസ് പൊട്ടി തകർന്നതാണെന്ന്. കാരണം ഇങ്ങനെ ഒന്നും അറിയാത്തൊരു സ്ത്രീയല്ലേ അവര്, കണ്ടാ മനസ്സിലാവുമല്ലോ. അമ്മയ്ക്ക് മനസ്സിലായി ഇപ്പൊ തന്നെ ജോലിന്ന് പറഞ്ഞു വിടാൻ പോവാണെന്ന്. എന്നാൽ ഓണർ അത്ര കണ്ണിച്ചോരയില്ലാത്ത ആളൊന്നും അല്ല, അമ്മേനെ പറഞ്ഞു വിടാനൊന്നും പോകുന്നില്ല. അമ്മയ്ക്ക് ഡെയിലി പൈസ കൊടുക്കും, പക്ഷെ കൂടുതൽ പണിയെടുക്കാനോ. രാവിലെ നേരത്തെ വരണം, വൈകിട്ട് താമസിച്ചേ പോകാൻ പാടുള്ളൂ. അമ്മ പതിയെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ പകുതി ശമ്പളമേ ഉള്ളൂ. എന്തായാലും ശമ്പളം കിട്ടിയല്ലോ, ആ ശമ്പളം വാങ്ങിച്ച് അമ്മ പുറത്തിറങ്ങി വരും. അമ്മ പുറത്തിറങ്ങി വരുന്നത് ഹീറോയിന്റെ അനിയൻ കാണുന്നുണ്ട്. അനിയനെ കണ്ട ഉടനെ അമ്മ പറയും മോനെ ഞാനൊരു കാര്യം പറയട്ടോ, നമ്മൾ തമ്മിൽ ഒരു സീക്രട്ട് വെക്കാം. ഞാൻ ഇവിടെ ജോലിക്ക് വന്ന കാര്യം മോൻ ആരോട് പറയാൻ പാടില്ല, അങ്ങനെയാണോ എന്ന് ചോദിച്ചിട്ട് കൈയെടുത്ത് നീട്ടും. അവനും സമ്മതം കൊടുക്കുന്നുണ്ട്. രണ്ടുപേരും പ്രോമിസ് ചെയ്യാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയത്തില്ല എന്ന്. കട്ട് ചെയ്താൽ ഹീറോയിനെ ആ ലേഡീനെയും കാണിക്കുകയാണെങ്കിൽ അവര് ഒരു റെസ്റ്റോറന്റിൽ വന്നിട്ടുണ്ട്. ലേഡി ഹീറോയിനെ സമാധാനപ്പെടുത്തും. ഹീറോന്റെ അവസ്ഥ അങ്ങനെയാണ്, അതുകൊണ്ടാണ് അവൻ അങ്ങനെ പെരുമാറുന്നത്. ഹീറോ എല്ലാം നഷ്ടപ്പെട്ടവനാണ്, അവനോട് അങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവൾക്കും അത് ശരിയാണെന്ന് തോന്നും. അവനോട് അങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ല, അവ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ലേ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഈ നേരം നമ്മുടെ ഹീറോ ആണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് ഓഫീസിൽ നിൽക്കുന്നുണ്ട്. ഹീറോയിനെ കാണാനില്ലല്ലോ, അവള് പിണങ്ങിപ്പോയതല്ലേ, അതുകൊണ്ട് ആ ടെൻഷനിൽ അവിടെ നിൽക്കുകയാണ്. പിന്നീട് പാർക്ക് വരുമ്പോൾ പാർക്കിന് കിടക്കാനായിട്ട് ഹീറോന്റെ ഓഫീസാണ് കൊടുക്കുന്നത്. ഇതൊക്കെ മതിയൊന്ന് പാർക്കിനോട് ചോദിക്കുമ്പോൾ അയാൾ നന്ദി പറയും. അയാൾ ഫാക്ടറിയിലായിരുന്നു കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത്, എന്നാൽ ഇപ്പോൾ അത് സ്വർഗം പോലാണ്, ഒരു സോഫയൊക്കെ കിടക്കാനായിട്ട് കിട്ടിയില്ലേ. ഹീറോ പോവാനായിട്ട് ഇറങ്ങുമ്പോൾ ഹീറോനോട് എന്തോ പറയാനുള്ളത് പോലെ, പക്ഷെ ഇയാൾ പറയുന്നില്ല. ഒന്നുമില്ലാന്ന് ഹീറോനോട് പറയും. ഹീറോ അവിടെ നിന്ന് പോവാണ്. പിന്നീട് ഹീറോ ആ സ്ട്രീറ്റിൽ കൂടെ ഹീറോയിനെ അന്വേഷിച്ച് നടക്കാണ്. ഓപ്പോസിറ്റ് തന്നെ ഹീറോയിനും ആ ലേഡിയും വരുന്നുണ്ട്. ആ ലേഡി ഹീറോയിനോട് ചോദിക്കും നീ എന്തിനു വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നതെന്ന്. ഹീറോന്റെ കമ്പനിയിലെ അവള് പറയും ഞാൻ എന്റെ സ്വപ്നത്തിന് വേണ്ടിയാണെന്ന്. ആ സമയം ലേഡി ഒരു കാര്യം കാണും, ഹീറോ ഓപ്പോസിറ്റ് നടന്നു വരുന്നത്. എന്നാ പിന്നെ നീ നിന്റെ സ്വപ്നത്തിന് വേണ്ടി പണിയെടുത്തോന്ന് പറഞ്ഞിട്ട് ആ ലേഡി കാർ കയറി അവിടെ നിന്ന് പോവാണ്. അവര് സ്വപ്നം എന്ന് വിചാരിച്ചത് ഹീറോനെ പറ്റിയാണ്. ഹീറോനോടുള്ള ഇഷ്ടം കാരണമാണ് അവള് പണിയെടുക്കുന്നതെന്ന്. എന്തായാലും അവർ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഹീറോനെ കണ്ടിട്ട് വണ്ടിയൊന്നും നിർത്തുന്നില്ല. ഹീറോയിനെ ഒറ്റയ്ക്കാക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്തത്. ഹീറോയിനെ കണ്ടുടനെ ഹീറോ അടുത്തോട്ട് ചെല്ലും. അവളെ സോപ്പിടാനായിട്ട് തുടങ്ങും. ഞാൻ ഇനി നിന്നെ ദേഷ്യപ്പെടുത്തത്തില്ല, അന്ന് ഞാൻ ബീച്ചിൽ വെച്ച് പറഞ്ഞില്ലേ നിന്നെ ഞാൻ ദേഷ്യപ്പെടുത്തത്തില്ല എന്ന്, ഇപ്പൊ എന്നോട് ക്ഷമിക്കെന്ന് പറഞ്ഞിട്ട് അവളുടെ കൈ പിടിച്ചിട്ട് അവന്റെ ആഗ്രഹം എഴുതാനായിട്ട് തുടങ്ങും. അവളുടെ കൈ പിടിച്ച് ഇനി തൊട്ട് ഹീറോയിൻ ദേഷ്യപ്പെടാൻ പാടില്ല, അവളെ ഞാൻ ദേഷ്യപ്പെടുത്തത്തില്ല, അവള് എന്നോട് ക്ഷമിച്ചു തരണമെന്നാണ് അതിനകത്ത് എഴുതുന്നത്. എന്നിട്ട് അവളുടെ കൈ അടച്ചിട്ട് വീണ്ടും തുറന്നിട്ട് അവന്റെ കൈ വെച്ച് അങ്ങനെ പിടിക്കും. ഇത് കാണുമ്പോൾ അവൾ ഇംപ്രസ് ആവും. അവള് നാണം കൊണ്ട് അങ്ങനെ നിന്ന് പോവാണ്. അവള് ക്ഷമിച്ചു കൊടുക്കും. കാരണം ഇത്രയും നന്നായിട്ട് അവൻ അവളോട് സംസാരിച്ചില്ലേ, അപ്പോഴേ അവള് വീണു പോയി. അവൻ അവളോട് ക്ഷമിച്ചു കൊടുത്തു. പിന്നീട് ഹീറോയിനും കൂടെ വീട്ടിലോട്ട് തിരിച്ച് നടന്നു പോവാണ്. ഹീറോയിൻ അവനെ കളിയാക്കും, നീ ഇനി അടുത്ത എന്ത് പ്രശ്നമായിട്ടാ വരാൻ പോകുന്നത്, അടുത്ത പ്രാവശ്യം 30,000 പേർ ഷൂ ആയിട്ട് വരുമോ എന്നൊക്കെ ചോദിച്ചു പോവാണ്. ഹീറോയ്ക്ക് അവളോട് കാര്യങ്ങൾ പറയണമെന്നുണ്ട്. കാരണം അവള് പറയുന്നുണ്ട് നിനക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറയാന്ന്. അവനാണെങ്കിൽ അവന്റെ കണ്ണിന്റെ കാര്യം, അവൻ കണ്ണ് പണയം വെച്ചെന്നുള്ള കാര്യം പറയാനായിട്ട് വരുമ്പോൾ അവള് പെട്ടെന്ന് തന്നെ പറയും ഇനി നീ ഒരു പ്രശ്നത്തിലും പോയി ചാടാൻ പാടില്ല, നീ നിന്റെ ദേഹത്തിന് വേദനിക്കാൻ പാടില്ല, ശരീരമൊക്കെ നോക്കിയിട്ട് വേണം പെരുമാറാണെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ അവനത് പറയണ്ടെന്ന് തോന്നും. അതുകൊണ്ട് തന്നെ പറയുന്നില്ല. പിന്നെ അവൾ എന്തോ ഒരു കാര്യം പറയാനായിട്ട് വരുന്നുണ്ട്, പക്ഷെ അവള് പറയുന്നില്ല. ഇത് കാണുമ്പോൾ പാർക്ക് പറയാനായിട്ട് വന്ന കാര്യമാണ് അവന് ഓർമ്മ വരുന്നത്. അവൻ ഹീറോയിനോട് ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട് അവൾ ഓടിപ്പോവും. എങ്ങോട്ടായിരിക്കും ഓടിപ്പോയിട്ടുള്ളത് അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ മനസ്സിലാക്കാം. ഇപ്പൊ ഇതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എന്നാ പിന്നെ അടുത്ത എപ്പിസോഡ് കണ്ടിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.